കേരളം ഏറെ ചർച്ച ചെയ്ത ഇന്നും ദുരൂഹമായി നിലനിൽക്കുന്ന ഒന്നാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം. സ്വന്തം നാട്ടിലേക്കുള്ള സ്ഥലമാറ്റത്തിന് സഹപ്രവർത്തകർ നൽകിയ യാത്രയെ ഏറ്റുവാങ്ങിയ നവീൻ പോയത് നേരെ മരണത്തിലേക്കായിരുന്നു. അന്ന് രാത്രിയിൽ വീട്ടിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. യാത്രയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ കടന്നുവന്ന് നടത്തിയ അപകീർത്തികരമായ പ്രസംഗമാണ് നവീന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നത് വസ്തുതയാണ്. നവീന്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. LDF സർക്കാരിന്റെ കാലത്ത് കേസന്വേഷണം നടന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഏറെ വിവാദമായ സംഭവത്തിൽ കുടുംബത്തെ നേരിൽ കണ്ട് അന്നത്തെ മന്ത്രിമാർ ഉൾപ്പെടെ കൂടെയുണ്ട് എന്ന വാക്ക് കൊടുത്തിട്ടും കുടുംബത്തിന് നീതി മാത്രം ലഭിച്ചില്ല. അവർ ആരുടെ കൂടെയായിരുന്നു എന്നത് ഇപ്പോഴും സംശയമാണ്. തങ്ങൾക്ക് നീതി ലഭിക്കാൻ കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം നവീന്റെ കുടുംബം ഉയർത്തിയെങ്കിലും സർക്കാർ ഒപ്പം നിന്നില്ല. കോടതിയിൽ ആ ആവശ്യത്തെ സർക്കാർ എതിർത്തു. അങ്ങനെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണമാണ് നടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസും ഭരിച്ചിരുന്നത് P ശശിയായിരുന്നു എന്നോർക്കണം. അപ്പോൾ CPM നേതാവ് പ്രതിയായ കേസിൽ ഇരകൾക്ക് എങ്ങനെ നീതി ലഭിക്കും? ദിവ്യയെയും ബന്ധപ്പെട്ടവരെയും രക്ഷിച്ചെടുക്കാനാണ് അന്വേഷണത്തിലൂടെ സർക്കാരും പാർട്ടിയും നോക്കിയത്. CBI വന്നാൽ അവരൊക്കെ കുടുങ്ങുമെന്ന തിരിച്ചറിവ് നേതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ അന്ന് ആ കുടുംബത്തിനൊപ്പം ഉറച്ചു നിന്നത് പ്രതിപക്ഷമായ UDF ആയിരുന്നു. നിങ്ങൾക്കൊപ്പമുണ്ടെന്ന അന്നത്തെ വാക്ക് ഇന്ന് VD സതീശൻ പാലിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ വിധവ മഞ്ജുഷ റാന്നി MLA പഴകുളം മധുവിനൊപ്പം മുഖ്യമന്ത്രി സതീശനെ കണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. നമ്മൾ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ വാക്കാണ്. കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ കൂടെയുണ്ടെന്ന് തന്നെയാണ്. അതിൽ ഒരു മാറ്റവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് നവീൻ ബാബുവിന്റെ കേസിൽ CBI അന്വേഷണം ഉറപ്പായിരിക്കുന്നു. വിഷയം കോടതിയിലെത്തുമ്പോൾ ഇനി സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ മാത്രം മതി. അതുണ്ടാകുമെന്നാണ് സതീശൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നീക്കം CPMനെ ശരിക്കും അലോസരപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ CPMനെ. PP ദിവ്യയ്ക്ക് പിന്നിൽ കണ്ണൂരിലെ പല മുതിർന്ന നേതാക്കളും ഉണ്ടെന്നാണ് വിവരം. അവരെല്ലാം കേസിൽ കുരുങ്ങുമെന്ന് ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കണ്ണൂർ CPMലെ വിഭാഗീയതയും പൊട്ടിത്തെറിയും പുറത്തുവരികയും പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്യുന്നത് നാം കണ്ടതാണ്. മൂടിവെക്കപ്പെട്ട പല രഹസ്യങ്ങളും പുറത്തുവന്നു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവിക്ക് പിന്നാലെ പാർട്ടി കൂടുതൽ ദുർബലമാകുന്നതും നമ്മൾ കണ്ടു. PP ദിവ്യയെ അന്ന് പിന്തുണച്ച ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ച നേതാക്കളൊക്കെ CBIക്ക് മുന്നിൽ വെള്ളം കുടിക്കും. ഒരു പെട്രോൾ പമ്പിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനെ CPM ചിത്രീകരിച്ചതും അതുപറഞ്ഞ് അദ്ദേഹത്തെ പരസ്യമായി അവഹേളിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടതും. ആ പെട്രോൾ പമ്പ് ആരുടേതായിരുന്നു, ആരുടെ ബിനാമിയായിരുന്നു പ്രകാശൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ കണ്ണൂരിലെ CPM വീണ്ടും പ്രതിരോധത്തിലാക്കുമെന്ന് പാർട്ടി നേതാക്കൾ പോലും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത് പിണറായിയെയും കൂടുതൽ ദുർബലനാക്കുമെന്നതിൽ സംശയമില്ല.